നമ്മുടെ വണ്ടി റോഡിലാണ്. അപ്പോൾ ഗിയർ ബോക്സ് എല്ലാം കയറ്റി അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരിക. ഞാനപ്പോൾ നിങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുക നമ്മുടെ വീടിൻ്റെ ഇവിടെ ഒക്കെ ലെവൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചേസ് നമ്മുടെ പിക്കപ്പ് ബൊലേറോ V6 വന്ന് കിടപ്പുണ്ട്. നമ്മുടെ പത്നി ഇതേടെ പൊക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുൻ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഗിയർ ബോക്സ് മാറണമെന്ന്. ഞാൻ തന്നെയാണ് മാറുന്നത്. അപ്പം എന്താ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു 19 വയസ്സുകാരൻ തന്നെ ഇത്രയും പഴക്കം 28 വർഷം പഴക്കമുള്ള വണ്ടിയുടെ ഗിയർ ബോക്സ് അഴിച്ച് വേറെ സൂട്ടാക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയ റാമ്പാണ്. ലോറി ഒരെണ്ണം പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന റാമ്പാണ്. റാമ്പ് ഓടിച്ച് കയറ്റിയിരിക്കുകയാണ്. വണ്ടിക്കടിയിൽ നല്ല ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം കയറ്റി വെച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ അടിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. കാരണം ഇത്രയും പൊക്കം കൂടിപ്പോയെന്നൊരു സംശയമുണ്ട്. സാറിൽ നമുക്ക് ഇറക്കി നിർത്താവുന്നേ ഉള്ളൂ. നമ്മൾ പെങ്കൊച്ചിനെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പം നാളത്തെ 2 ദിവസത്തിനുള്ളിൽ 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവനെ ഒന്ന് ഗിയർ ബോക്സ് കയറ്റിയാണ്. കാരണം ക്ലച്ച് കാര്യങ്ങളൊക്കെ ഇട്ടാണ്ട് ശതം പാച്ച് ഇച്ചിരി ഏറെ കയറിയിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോ ഓൾറെഡി പവർ വിൻഡോ ആയിരുന്നു, പക്ഷെ അതൊന്നും വർക്കിംഗ് ഇല്ല. അത് പ്രോപ്പർ പവർ വിൻഡോ ഒക്കെ കറക്റ്റ് ലെവലാക്കി അത് പവർ വിൻഡോ കറക്റ്റ് ആയിട്ടാണ് ഇവിടെ ഒരു ഫൗണ്ടേഷനൊക്കെ റെഡിയാക്കേണ്ടി വന്നു. അപ്പുറം ഫോഡേക്കൻ്റെ പവർ വിൻഡോയുടെ ഭാഗങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നേരെ കയറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റിൻ്റെ സാധനങ്ങളൊക്കെ അതൊക്കെ ക്രമീകരിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് കൊടുത്തിരിക്കുന്ന വേറെ ഹീറ്ററിൻ്റെ ഒരു പ്രത്യേക സ്വിച്ച് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ സ്റ്റോപ്പറിനും ഹീറ്ററിനും 2 ഇതാക്കി കൊടുത്തിരിക്കുകയാണ്. സ്റ്റോപ്പർ കേബിളും ഹീറ്ററാണ്. അപ്പം വണ്ടി ഇപ്പോൾ ശകലം ചാർജ് കുറവാണെന്ന് പറഞ്ഞാലും ബാറ്ററി വെച്ചാൽ വണ്ടി എടുത്തോളും. ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ. ഞാൻ ഏകദേശം ഈ ടൈപ്പൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. നല്ല റെക്സിനായിരിക്കും സാമ്പത്തികമുള്ള പോലെ. അതിവനെ ഒന്ന് റണ്ണാക്കുക, ഫസ്റ്റ് ഗിയറിട്ട് ഫസ്റ്റ് ഗിയർ റിവേഴ്സൊക്കെ ഇടുക എന്നുള്ളതാണ്. എത്രത്തോളം വിജയകരമായിരിക്കും എന്ന് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പരാജയപ്പെട്ടു പോവാം. അപ്പോൾ ആ മേശന്മാരെ വിളിക്കേണ്ടിട്ട് എനിക്കിതിനെ പഠിക്കണം എന്നുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ഇത്രയും വലിയൊരു റിസ്ക് എടുക്കാൻ വേണ്ടി ഞാൻ സന്നദ്ധനാകാൻ കാരണം. ഒത്തിരി പേരോട് മാസങ്ങളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബറിൽ ഞങ്ങൾ വരുത്തിച്ച് വെച്ച എനിക്ക് ലഭ്യമായ ഗിയർ ബോക്സ് അതിൻ്റെ അനുബന്ധ ഘടകങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം കുറേ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം തീർത്ത് കോൺഫിഡൻസ് ആയപ്പോഴാണ് ഞാനത് ക്രമീകരിക്കാൻ നിൽക്കുന്നത്. എങ്ങനെ ആവുമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഏതായാലും ഞാൻ മുന്നോട്ട് തന്നെ ഇറങ്ങാനാണ് നമ്മുടെ പ്ലാൻ. അപ്പം ബാക്കി വണ്ടിക്കടിയിൽ കയറിയിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ വണ്ടിക്ക് മേടിച്ച് വെച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോം ഗിയർ ബോക്സാണ്. അതിൻ്റെ ക്ലച്ച് അസംബ്ലി, പിന്നെ വാട്ടർ പമ്പ് ഇരിപ്പുണ്ട്. അപ്പം ഇതൊക്കെ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് കയറ്റിക്കണം. നമുക്ക് വണ്ടിയുടെ അടിഭാഗം എങ്ങനെയുണ്ടെന്ന് കാണാം. ഞാനിപ്പോൾ വണ്ടിക്ക് അടിയിലോട്ട് കയറി കിടക്കാൻ പോകണം. നല്ല ചൂടാണ് ഇതിനടിയിൽ. ഞാൻ അല്പം കുഴിയൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ അടിഭാഗത്തെ ഗിയർ ബോക്സ്. ശകലം പാച്ചൊക്കെ തന്നെ ഈ സൈഡിലൊക്കെ കാര്യമായിട്ട് തന്നെയുണ്ട്. അപ്പം അതെല്ലാം റെഡിയാക്കണം. അപ്പം നേരത്തെ അയച്ച ഭാഗങ്ങളൊക്കെ വീണ്ടും അയച്ച് മാറാൻ സെറ്റ് ചെയ്യണം. ഈ ബെഡ് കറക്റ്റാണെന്ന് അറിയത്തില്ല. അപ്പോൾ അതെല്ലാം നോക്കണം. ഇവിടം പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും എല്ലാം വെൽഡ് ചെയ്ത് വെക്കാനുള്ളതാണ്. ഇവിടെ ഒന്നും ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇതെല്ലാം ഞാൻ കണ്ടത്. അപ്പോൾ ഈ റണ്ണിങ് ബോർഡിൻ്റെ സൈഡ് ഇവിടെ എല്ലാം വെട്ടി മാറാനുള്ള ഭാഗമാണ്. എല്ലാം കൃത്യമാക്കി ഉണ്ടാക്കണം. അതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ആ ഒരു മൂലയ്ക്കുള്ള അപ്പോൾ ഇച്ചിരി പാച്ചേറെയുണ്ട്. വണ്ടി കുറച്ച് കാരണമായിട്ട് കിടക്കുമായിരുന്നു. ഇതാണ് വണ്ടിയുടെ അടി. അത് നോക്കുമ്പോൾ നമ്മുടെ മാസ്റ്റർ പമ്പിൻ്റെ കാണാൻ ഇതിന് മാസ്റ്റർ പമ്പിൻ്റെ ഇതിൻ്റെ സൈഡ് അവിടെ ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തുവാണെന്ന് കൃത്യമായിട്ട് അറിയണം. നിലവിൽ അതൊക്കെയാണ് ഇത് ചെയ്യാനുള്ളത്. അതുപോലെ ഈ ക്ലച്ചിൻ്റെ സെറ്റപ്പ് ക്ലച്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ എങ്ങനെ കേബിളാക്കപ്പോൾ കേബിളാക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ അതിൻ്റെ ഇതുണ്ടോ ഇതാണ് ക്ലച്ചിൻ്റെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ക്രമീകരണങ്ങൾ ഒപ്പിക്കണം എന്ന് ആലോചിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ. ഈ 4 ബോൾട്ട് അഴിക്കുക കാര്യങ്ങളിലേക്ക് കിടക്കാൻ പോവാണ്. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ വീഡിയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഹൗസിംഗ് തൊട്ട് ഹൗസിങ്ങിൻ്റെ അവിടെ തൊട്ട് അഴിച്ച് വരണം. അപ്പോൾ ഞാനതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇവിടെ എല്ലാം പാച്ച് ചെയ്യണം. ഇതെല്ലാം അഴിച്ചപ്പോൾ എല്ലാം അടത്തി ഇങ്ങ് എടുക്കുമായിരുന്നു കുറേയൊക്കെ.
എനിക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. വെട്ടത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. അപ്പം ഇത് ഗിയർ ബോക്സ് വെച്ചപ്പോൾ ക്ലച്ച് കാര്യങ്ങളെല്ലാം അയച്ചു. ഇതിൻ്റെ ബോൾട്ടുകളെല്ലാം അയച്ചൊന്നും കാണിക്കാൻ പാടാണ്. ബോൾട്ടുകളെല്ലാം അയച്ചു തന്നെ, ടോപ്പെല്ലാം ഇവിടെ എല്ലാം ബോൾട്ടുകൾ അതുകൊണ്ടാണോ ഒരു അതിന് വേണ്ട ബോൾട്ടൊക്കെ ഉണ്ടല്ലോ എല്ലാം അയച്ചു. ഇത് നമ്മുടെ ഈ പ്ലേറ്റും കൂടെ അയച്ചാൽ ഇപ്പോൾ ജോയിൻ്റ് ഊരി നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ സെറ്റപ്പ് ഊരി ഇതെല്ലാം ഞാൻ ഇനിയിപ്പം ഇലക്ട്രിക് വെൽഡിങ് ചെയ്യണം. കാരണം ആ കാതൊക്കെ പിടിപ്പിക്കുന്ന ഇലക്ട്രിക് ചെയ്തിട്ട് വേണം കയറ്റി പിടിപ്പിക്കാൻ. അപ്പോൾ അതെല്ലാം വേണ്ടി ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അത് ഇന്ന് തന്നെ ഞാനത് ക്രമീകരിക്കുന്നതായിരിക്കും. ഇവിടെ ഈ പീസൊക്കെ എല്ലാം വെട്ടി മാറണം, അതെല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കണ്ടീഷൻ. ശബ്ദം കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. വേണ്ട അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഈ ബൂട്ടെല്ലാം അയച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ ഗിയർ ബോക്സ് താക്കാം. നമ്മുടെ ഗിയർ ബോക്സ് ഞാൻ താത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശകലം കഷായിക്കേണ്ടി വന്നു. അതിൻ്റെ പൈപ്പ് ലൈൻ്റെയും ബ്രേക്കിൻ്റെയൊക്കെ പൈപ്പ് ലൈനൊക്കെ വന്നതുകൊണ്ട് ശകലം കഷായിക്കേണ്ടി വന്നു. അപ്പം ഞാനല്ല വീഡിയോ എടുക്കുന്നത്, പെങ്ങളാണ്. കൈ മുഴുവൻ കരിയോയിലാണ്. അപ്പോൾ കൊച്ചവളെ ശകലം കൂടെ ഉള്ളിലോട്ട് കാണിക്കും. ടോപ്പിലോട്ട് മുകളിലൊന്ന് കാണിച്ച് മുകളിൽ കാണിക്കാൻ പറ്റുമെന്ന് നോക്കി. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഗിയർ ബോക്സ് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗിയർ ബോക്സ് നമ്മൾ ചെക്ക് ചെയ്യണം ഇതിന് എന്താ പറ്റിയെന്ന്. അപ്പം ബാക്കി നമ്മൾ ജോയിൻ്റ് അടിക്കുന്നതായിരിക്കും. നമ്മുടെ ഗിയർ ബോക്സ് കയറ്റുന്നതിൻ്റെ 2ാമത്തെ ദിവസമാണ്. അത് ഇന്നലെ ഉച്ച കഴിഞ്ഞ് തുടങ്ങിയ പരിപാടിയാണ്. അപ്പം അതെല്ലാം തീർത്ത് ഗിയർ ബോക്സ് ഞാനൊന്ന് കയറ്റി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ക്ലച്ച് അസംബ്ലി ഒന്നും വെച്ചിട്ടില്ല. അതൊക്കെ ഞാൻ വഴി പോലെ അടുപ്പിക്കുന്നതായിരിക്കും. അത് ക്ലച്ച് അസംബ്ലി സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിപ്പം റാമ്പേ വണ്ടിക്കടിയിലോട്ട് ഇങ്ങനെ കയറുകയാണ്. അതുകൊണ്ട് ക്യാമറ ഇടയ്ക്ക് വല്ല വഴിയും പോകുന്നത്. നമ്മുടെ ഗിയർ ബോക്സ് കയറ്റി ക്യാരറ്റ് വെച്ചിട്ട് ഇത് ഇവിടെ ഒരു ജോയിൻ്റ് വരുമ്പോഴത്തേനും അതിൻ്റെ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വിടണം. അപ്പം അതിൻ്റെ ആലോചനയിലാണ്. അപ്പോൾ ഇതിൻ്റെ ബെഡ് വരുന്നതിനകത്ത് നമ്മൾ പ്രത്യേകം ഫിറ്റിങ്സ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് ലെവൽ ചെയ്തുകൊണ്ട്. അതുപോലെ ക്ലച്ച് കേബിളാക്കണം. അപ്പം ചെറിയ ചെറിയ ഓൾട്രേഷൻ, വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ ഇതെല്ലാം ഇലക്ട്രിക് വെൽഡിങ് അടിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയിലാണ് ഞാൻ. എല്ലാം ഇലക്ട്രിക് ചെയ്യണം. പിന്നെ ഫിറ്റിങ്സ് എല്ലാം നോക്കിയപ്പോൾ ഹോളൊക്കെ ഫോക്കസ് ആവുന്നുണ്ട് നിർത്തുന്നത്. ഞാൻ രാവിലെ എണീറ്റ് ഷൂട്ട് ചെയ്തതാണ്. ഹോള് ഒരു 4 ഹോള് 15 ബോൾട്ട് കയറുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതാണ് ഇവിടെ ക്ലച്ച്. അപ്പം ക്ലച്ച് ചവിട്ടുമ്പോൾ ഈ പെഡല്, ഇത് ഫോർക്ക്, ഇത് മുന്നോട്ട് തള്ളണം. അതാണ് എൻ്റെ പ്രതിഭാസം. അപ്പം അതിനകത്തൊരു ക്രമീകരണം നടത്തണം. ഇത് നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ താഴെ വലിക്കുമ്പോൾ കറങ്ങി കേബിള് ടൈറ്റ് ആകുമ്പോൾ ഇതിങ്ങനെ ആയിക്കോളും എന്നാണ് നിലവിലത്തെ കണക്കൂട്ടൽ. പിന്നെ ഇതാണ്ട് ഇതൊക്കെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഇതൊക്കെയുണ്ട്. ഇതൊക്കെയൊന്ന് കറക്റ്റ് ചെയ്ത് ലെവലാക്കണം. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ ക്ലച്ച് അധികം ടൈറ്റ് ആകാതെ അതിൻ്റെ സെറ്റിങ്സൊക്കെ വെക്കണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാറ്റ്ഫോം ഗിയറാക്കിയത്. ഏത് വണ്ടിയുടെയാണോ ഇത്, എങ്ങനെ ഉണ്ടാക്കിയാന്ന് അറിയത്തില്ല. ഏതായാലും ഈ സാധനം കൊള്ളാം. ഇങ്ങനൊരു സെറ്റപ്പിൽ ഇതിൻ്റെ ബാക്കി ഫിറ്റിങ്സ് ഞാൻ കാണിച്ചാൽ ഹാൻഡ് ഗിയറിന് ഞാൻ കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ് അവിടെ. ഇത് മാറ്റി ഇവിടെ നമുക്ക് ഹോൾ ഇടണം. ശല്യം ഇങ്ങോട്ട് മാറും. ഇവിടെ ഹോൾ ഇട്ടുകൊണ്ട് ഇത് അടയ്ക്കണം. എന്നിട്ട് വേണം നമ്മുടെ ഗിയർ ലിവർ ഘടിപ്പിക്കാൻ. ഇത് ബെഡിലോട്ട് താക്കി വെച്ചിട്ട് അത്രയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ എല്ലാം പാച്ച് ചെയ്യാണ്ട് അതൊക്കെ ഞാൻ തന്നെ ഇന്നത് ഇലക്ട്രിക് തന്നെ അടിക്കാനാണ് പ്ലാന്. പാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കട്ടിയിട്ട് അവിടെ ഇലക്ട്രിക് അടിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം വൃത്തിയായിരുന്നതല്ലേ. ഇതെല്ലാം കത്തി പോകാമെന്നറിയത്തില്ല, നോക്കണം. അപ്പം ഇലക്ട്രിക് അടിക്കണം. അതെ, നമ്മുടെ വണ്ടി ആദ്യം തന്നെ കമ്പനിയിൽ നിന്ന് പ്രൈമർ അടിച്ചിറങ്ങി ആ പ്രൈമറാണ് ഈ കാണുന്നത്. അതുപോലെ ഇതിൻ്റെ പുറകോട്ട് ചെല്ലുമ്പോൾ ആ ഹൗസിങ് നമ്മുടെ ആ പ്ലേറ്റിൻ്റെ അവിടെ തൊട്ട് ഒരു ശകലത്തിന് പോലും തുരുമ്പ്, അതായത് ബോഡിയിൽ അടിയില്ല. പിന്നെ ആ ഡീസൽ ടാങ്കിലെ വെള്ളം കെട്ടിക്കിടന്ന ഇത് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഫിറ്റിങ്സാണ്. ഇത് ഞാൻ താൽക്കാലികമായി വെക്കുന്നുണ്ട്, വർക്കിംഗ് അല്ല. പിന്നീട് വർക്കിംഗ് ആക്കിയാൽ കൊള്ളാമെന്നേ ഉള്ളൂ. എനിക്കതിനോട് വലിയ യോജിപ്പും ഇല്ല. കാരണം ഇത്രയും പഴയ വാഹനമായതുകൊണ്ട് ഇതെങ്ങനെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ച് നമ്മൾ ഒരു മെങ്ങാനം വീണ്ടും ജാമായെങ്കിലോ എന്നതിനെപ്പറ്റി ഒരു ആശങ്കയുള്ളതുകൊണ്ട് അതിനെപ്പറ്റി അതൊന്ന് ക്രമീകരിക്കണം. പിന്നെ ഇത് ഇവിടെ ഒന്ന് ഇത്രയും ഭാഗമാണ് വലിയ വെൽഡിങ് ഇരിക്കുന്നത്. ഇതെല്ലാം വെച്ച് വെൽഡ് ചെയ്യണം.
അങ്ങനത്തെ പരിപാടികളൊക്കെ. അതുപോലെ ഈ സൈഡ് ഇതൊക്കെ തകിട് അടിച്ചുണ്ടാക്കി നമുക്ക് തന്നെ അടിച്ചുണ്ടാക്കി ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാം വൃത്തിയാക്കി വെക്കണം. അതൊക്കെയാണ് നിലനിർത്ത പദ്ധതി. അതെല്ലാം ചെയ്യിച്ചിരണം എന്നാണ് ആഗ്രഹം. ബാക്കിയുള്ള എല്ലാം പച്ചമറ കയ്യിലോട്ട് റെഡിയാക്കണം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗിയർ ബോക്സ് കയറ്റി ക്ലച്ചിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ ഗിയർ ബോക്സിനകത്ത് ഓയിലൊഴിക്കണം. ഗിയർ ബോക്സ് ഇറക്കി വെക്കണം. ബോക്സിനകത്ത് ഓയിലൊക്കെ ഒഴിച്ചിട്ട് വേണം ഇവനെ ക്രമീകരിക്കാൻ. ഹീറ്ററുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. ക്ലച്ച് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളതിന് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇരുമ്പ് റാഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സെൻറ്ററാണ് നിൽക്കുന്നത്. എന്നിട്ട് നമ്മുടെ ക്ലച്ച് അങ്ങോട്ട് അതെല്ലാം അങ്ങോട്ട് കയറ്റി വെക്കും. അപ്പോൾ ക്ലച്ച് ഇതാണ് നമ്മുടെ ക്ലച്ച് ഡിസ്ക്. അതെ, ഈ ക്ലച്ച് ഡിസ്ക് നമ്മളിതേ ഇതിനകത്തോട്ട് കയറ്റി അത് കറക്റ്റ് സീറ്റിങ്ങിനകത്ത് നിർത്തണം. എന്നാലും അത് ഇരിക്കത്തുള്ളൂ. അത് താഴെ എടുക്കുക പോയാൽ അത് കറക്റ്റ് ആകത്തില്ല. അത് കറക്റ്റ് സെൻറ്ററിൽ നമ്മളതിനെ ഫിറ്റ് ചെയ്തിട്ട് കയറ്റി വെച്ച് നമ്മൾ മുറുക്കും. അപ്പോൾ ഞാനത് മുറുക്കുന്നത് കാണിക്കാം. നമ്മുടെ S1-ൻ്റെ ഗിയർ ബോക്സ്, അതായത് ആ ഇരിക്കുന്ന ഗിയർ ബോക്സ് കയറ്റിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കൊരബദ്ധം ഒരു അക്കടി പറ്റിയായിരുന്നു. അതായത് നമ്മുടെ ഡയഫ്രം ക്ലച്ചാണ് വണ്ടിക്ക് ഇടേണ്ടത്. ഇത് സാധാ ക്ലച്ചിൻ്റെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫ്ലൈ വീലാണ്. നമ്മളൊക്കെ ഒരു ഇന്നിയുടെ ഫ്ലൈ വീല് വേണമായിരുന്നു. അപ്പം സാധനം കിട്ടാനില്ലാത്തതുകൊണ്ട് പറഞ്ഞ പൈസ കൊടുക്കേണ്ടിയൊക്കെ വന്നു. പക്ഷേ നമ്മൾ ബാലൻസ് ചെയ്തു. അപ്പം ഇത് നമ്മൾ കയറ്റി ഫിറ്റ് ചെയ്യണം. ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ കയറ്റി ഫിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ, ക്ലച്ച് സെറ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചാലേ എങ്ങനെയാണ് ക്ലച്ച് സെറ്റ് ചെയ്യേണ്ടേ. അപ്പോൾ അങ്ങനെ ആർക്കും അറിയാൻ മേലാത്തൊരു കാര്യമാണ്. അപ്പോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിടാം. അപ്പോൾ ഞാനതൊന്ന് കയറ്റട്ടെ. നമ്മുടെ വണ്ടിയുടെ ഫ്ലൈ വീല് കയറ്റി വെച്ച് മുറുക്കിയിട്ടുണ്ട്. കറക്റ്റാണ്. അപ്പം ബാക്കി ഇനി ക്ലച്ച് നമ്മൾ കയറ്റി വെച്ച് മുറുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ക്ലച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറുക്കാൻ വന്നിട്ടുണ്ട് അനിയച്ചാർ. അപ്പം പുള്ളിയാണത് മുറുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിട്ട് ഗിയർ ബോക്സ് ഇനി വെറുതെ ഒന്ന് വെച്ച് നോക്കും. കറക്റ്റാണെങ്കിൽ നമ്മൾ റിലീസ് വേറെയും കൂടെ കിട്ടി ഉടനെ തന്നെ നമ്മൾ കയറ്റുന്നതായിരിക്കും. ഇത് ഡയഫ്രം ക്ലച്ചാണ്. വളരെ സ്മൂത്തായിട്ടുള്ള ക്ലച്ചാണ്. ലൈഫ് നിൽക്കും. മറ്റേതിനെ പോലെ അഡ്ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട. ഞാൻ ആ ക്ലച്ചിൻ്റെ സിസ്റ്റത്തെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നീട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ എൻ്റെ പരിപാടിയിൽ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലച്ചൊക്കെ ഒന്ന് മാറ്റേണ്ടി വന്നു. ഡയഫ്രം ക്ലച്ചൊക്കെ ആക്കാൻ ഉള്ള പരിപാടിയൊക്കെ നടത്തി ശേഷം നമ്മുടെ ഗിയർ ബോക്സിൻ്റെ റിലീസ് ബെയറിംഗ് കിട്ടാനുണ്ടായിരുന്നു. റിലീസ് ബെയറിംഗ് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിവനെ കയറ്റി വെക്കാൻ പോവുകയാണ്. വെച്ച് കഴിഞ്ഞിട്ടുള്ളതേ കാണിക്കുന്നുള്ളൂ. അപ്പം നമുക്കൊന്ന് കയറ്റി വെക്കാം. നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് ആ കയറ്റി വെച്ച് ബോൾട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് അതിൻ്റെ ബെഡ് മാറ്റണം. അതുപോലെ ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ ജോയിൻറ്റ് നമ്മളെ ഓമിനി വാനിൻ്റെ ജോയിൻറ്റ് സൂട്ടാക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ നമുക്ക് എന്നിയുടെ ജോയിൻറ്റ് കിട്ടി. പക്ഷേ കയറ്റി വെച്ചപ്പോൾ അതിന് നീളക്കൂടുതലാണ്. ഇപ്പോൾ ജോയിൻറ്റ് ഇനി കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ സാധാ ജോയിൻറ്റ് അവിടെ ഒരു ജോയിൻറ്റ് പൈപ്പ് കിടക്കുന്നുണ്ടല്ലേ, അപ്പോൾ അത് വെച്ച് നമുക്ക് അവനെ റെഡിയാക്കാനുണ്ട്. അവനെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുമായിട്ട് സൂട്ടാക്കണം. ഞാൻ ഡബിൾ ജോയിൻ്റ് ആക്കാൻ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഡബിൾ ജോയിൻ്റാണ്. ഡബിൾ ജോയിൻ്റ് ആക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ വണ്ടി സ്മൂത്താവും. പക്ഷേ അതിന് നമ്മുടെ വണ്ടിയുടെ ഈ സൈഡൊക്കെ ഒന്നും കൂടെ കട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുതലാ നമ്മൾ സിംഗിൾ ജോയിൻ്റ് തന്നെ ആക്കുവാണെങ്കിൽ നമുക്ക് വേറെ തൊല്ലയോ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് ക്ലച്ച് കേബിളും കൂടെ കയറ്റി ഇട്ടാൽ മതി. കേബിളിന് വരെ ഞാൻ റാളാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് പിന്നീടേ ഉള്ളൂ. ഇപ്പം തന്നെ കേബിളാക്കി ഓടിക്കുന്നു. നമ്മുടെ ജോയിൻ്റ് അടിക്കുകയാണ്. എന്നിയുടെ ജോയിൻ്റ് നമ്മൾ ഡബിൾ ജോയിൻ്റ് ആക്കുന്നില്ല, സിംഗിൾ ജോയിൻ്റ് ആക്കുകയാണ്. അപ്പോൾ നീളം ശലം കൂട്ടിക്കൊണ്ട് കറക്റ്റ് ലെവൽ വെച്ചുകൊണ്ട് നമ്മൾ ഡേറ്റിലൊന്നും കൊടുത്തില്ല. നമ്മൾ കറക്റ്റ് ലെവൽ നമ്മൾ നോക്കിയിട്ടാണ് ക്രമീകരിക്കുന്നത്. നമ്മളത് കറക്റ്റ് വെച്ച് ഒന്ന് ടാക്കി അടിച്ചിട്ട് വേണം അവനെ ഒന്ന് ജോയിൻ്റ് അടിച്ച് റെഡിയാക്കാൻ. കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന കറക്റ്റ് ഇറക്കുക സ്ട്രെയിറ്റ് ലൈനാണ്. ഇവിടെ അടിയിൽ വീഡിയോ പിടിക്കാൻ ഇടപോലില്ല. നമ്മുടെ ജോയിൻ്റ് വേണ്ടേ സിംഗിൾ ജോയിൻ്റ് നമ്മളിവിടെ വെൽഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റാക്കി ജോയിൻ്റ് ഞാൻ വെച്ച് മുറുക്കി നമ്മുടെ അതല്ല ഇപ്പോൾ ഹൗസിങ്ങിലോട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് ആണ് നമ്മൾ മുറുക്കിയിരിക്കുന്നത്. ഭയങ്കര വെട്ടാണ്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എല്ലാം വെച്ച് മുറുക്കി നല്ല ഭംഗിയാക്കിയാണ് ഇപ്പം അത് നിൽക്കുന്നത്. ഇനിയിപ്പം ഓടിച്ചു നോക്കി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ.
നമ്മുടെ വണ്ടി ഇറക്കി നിർത്തിയിരിക്കുകയാണ്. വണ്ടി കാണിക്കാം. ഇതാണ് നമ്മുടെ റാമ്പൊക്കെ. അതാണ്ട് വണ്ടി ഇങ്ങനെ ഇറങ്ങി. ഇതാണ്ട് ഫ്രണ്ടിൽ സാധനം നീണ്ട് കിടപ്പുണ്ട്. അത് ക്ലച്ച് കേബിളാണ്. കേബിൾ ഇനി പിടിപ്പിക്കണം, ജോയിൻറ്റ് ബോൾട്ട് ഇടണം. ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ നമുക്കത് ക്രമീകരിച്ചിട്ട് ടെസ്റ്റ് ഡ്രൈവിന് പോകാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വണ്ടി ജാക്കി വെച്ച് നോക്കിയിരിക്കുക. ഈ ജാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കമ്പനി നമുക്ക് വന്ന ജാക്കിയാണിത്. ഇടത്തോട്ട് തിരിച്ചാൽ ഇത് താഴും, അടുത്തോട്ട് തിരിച്ച് മേലോട്ട് പോകും. അനായാസം വണ്ടി വെക്കാം. എൻ്റെ വണ്ടിയുടെ പൊക്കാൻ വേണ്ടിയിട്ട് 2 സൈഡുമാണ്, സറലാണ് വെക്കുന്നത്. 2 സൈഡുമാണ് പൊക്കുന്നത്. വണ്ടി നമ്മൾ ജാക്കി വെച്ച് പൊക്കി നിർത്തിയിരിക്കുകയാണ്. നല്ലോണം പൊക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജാക്കിയിലാണ് വയ്ക്കുന്നത്. ഇതിൻ്റെ അടി ഒന്ന് വെൽഡ് ചെയ്യണം. മുഴുവൻ പാച്ചായി കിടക്കുക. ഇതിൻ്റെ അടിയൊക്കെ ഒന്ന് സെറ്റപ്പാക്കി ഒന്ന് ഇത് ക്ലച്ചിൻ്റെ കേബിൾ പിടിക്കാൻ വെൽഡ് ചെയ്യാൻ പോവുക. ഇട്ടുവാണ്. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഓയിൽ ഒഴിക്കുന്ന എടുക്കാൻ പറ്റത്തില്ല. ഞാനും ചെറുക്കനും മാത്രം ഉണ്ടായിരുന്നു. അനീച്ചാരാണ്. അതിനൂടെ വന്നപ്പോഴാണ് ഓയിൽ ഒഴിച്ചത്. അപ്പം ശകലം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ശബ്ദ വ്യത്യാസമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ഇപ്പം നേരത്തെ വെള്ളം നിൽക്കുന്നത്, പക്ഷേ ഇപ്പം വെള്ളമുണ്ട്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഹീറ്റ് ചെയ്തിട്ട് ഒറ്റയടിയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. അനിയച്ചാർ ചെറുക്കനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവന് അത് ഹീറ്റ് റേഞ്ചിൽ ഞെക്കി പിടിക്കാൻ വേണ്ട കാലം കൊണ്ട് തെറ്റിയിരിക്കുക. വണ്ടി ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റർ ഞാൻ ത്രൂ എടുത്തിരിക്കുകയാണ്. സാറിന് ജീപ്പിൻ്റെ പാട്ട് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാകുന്നതല്ല. ഇപ്പം നമുക്കറിയാം എങ്ങനെ ആവുമെന്ന്. ഫ്ലൈവീലൊക്കെ മാറ്റേണ്ട, വണ്ടി ശബ്ദത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. ആ ആ ആ കാലം വിടാം. കൊടുങ്ങൂർ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് വണ്ടിക്ക് കാറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ കാറ്റടിക്കാൻ വേണ്ടി നമ്മുടെ 15-ാം മൈലിലെ ടയർ സോണി വന്നിരിക്കുകയാണ്. നമ്മുടെ ഏട്ടായിമാരുടെ അവരുടെയാണ് ഇവിടെ കാറ്റടിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ഓട്ടം കൊടുക്കുമ്പോൾ അമ്പലത്തിലോട്ടാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്പലത്തിലോട്ട് നമ്മെ കാണിച്ചിട്ടിരിക്കുകയാണ് വണ്ടി. ഇനിയിപ്പം പുറത്തും കൂടെ പോയിട്ട് നേരെ നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വന്നപ്പോഴാണ് നമ്മുടെ ഒരു ഫിയറ്റ് കണ്ടിട്ടുണ്ട്. നമ്മുടെ ചാമമ്പതാൽ അല്ലേ പേര്? ടോമിക്സൺ ചേട്ടൻ്റെ വണ്ടിയാണ്. നമ്മുടെ വണ്ടി ചാമ്പാലിലാണ്. അപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പണിയെല്ലാം തീർന്ന് ഒരുമിച്ചൊരു വളയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പമ്പിൻ്റെ അടുത്താണ് വീട്. പമ്പിന് ചേർന്നുള്ള വീടാണ്. ആ